ഹാർട്ട് അറ്റാക്കിനെക്കാളും എത്രയോ ഇരട്ടി റിസ്ക് ഉള്ള ഹാർട്ടിന്റെ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗങ്ങളിലെ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ഉണ്ട്. ഈ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ആർക്കൊക്കെ സംഭവിക്കാമെന്നും ഇത് എന്തുകൊണ്ടാണ് ഹൃദ്രോഗങ്ങളിലെ രാജാക്കന്മാർ എന്ന് അറിയപ്പെടുന്നതെന്നും നമുക്ക് നോക്കാം. പലപ്പോഴും ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചികിത്സ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊന്നും സംഭവിക്കില്ല, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ പോലും. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 3 അസുഖങ്ങളുടെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ചികിത്സ കൊടുത്താൽ പോലും രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇതിൽ 3ാം റാങ്ക് വരുന്നത് അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയുന്ന അസുഖം. ഹൃദയത്തിൽ നിന്നും രക്തത്തിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. നമുക്കറിയാം, ഹൃദയത്തിലെ രക്തം പുറത്തേക്ക് പോകുന്നത് ഒരു വാതിൽ തുറന്നിട്ടാണ്. ഈ വാതിൽ ടൈറ്റ് ആയിട്ട് അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാരണം രക്തത്തിന് ഹൃദയത്തിനകത്ത് നിന്നും പുറത്തേക്ക് സഞ്ചരിക്കാനോ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് എത്തിപ്പെടാനോ സാധിക്കാതെ വരികയാണ്. ഇത് കാരണം ഹൃദയ മാംസപേശികളിലെ അസാധ്യമായിട്ടുള്ള രക്തം കെട്ടിനിൽക്കൽ കാരണം ഹൃദയത്തിന്റെ മാംസപേശികൾ പതുക്കെ തളരുകയാണ്. അയോർട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയുന്ന ഈ അവസ്ഥ തുടക്കത്തിൽ വളരെ സൈലന്റ് ആയിരിക്കും. കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ കിതപ്പായിട്ടും നെഞ്ചുവേദനയായിട്ടും തലകറക്കമായിട്ടും അനുഭവപ്പെടാം. പതുക്കെ ഇത് ഹാർട്ട് ഫെയിലിയറിലേക്ക് എത്തിപ്പെടാറുണ്ട്. കുറെ ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. ഈ ഒരു അസുഖത്തിന്റെ ഒരേ ഒരു ചികിത്സ കേടുവന്ന ആ വാൽവ് മാറ്റിവെക്കൽ മാത്രമാണ്. അതിനായിട്ട് സർജറിയോ ടാവർ എന്ന് പറയുന്ന കീഹോൾ ചികിത്സയോ ചെയ്യേണ്ടതായിട്ട് വരും. 2ാം റാങ്കിലുള്ളത് കാർഡിയോജനിക് ഷോക്ക്. ഇതിനകത്ത് ഹൃദയം തളരുകയാണ്. ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്ത് ശരീരത്തിലെ ലിവറിലേക്കും ബ്രെയിനിലേക്കും കിഡ്നിയിലേക്കും മസിൽസിലേക്കും എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ശരീരത്തിലെ BP വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഹൃദയത്തിന് ഇഞ്ചക്ഷൻ വഴി മരുന്നുകളിലൂടെ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഈ ഒരു അവസ്ഥ പലപ്പോഴും അപകടത്തിലേക്ക് എത്തുമ്പോൾ മെഷീനുകളുടെയും പമ്പുകളുടെയും സപ്പോർട്ടിൽ മാത്രം ഹൃദയമിടിപ്പും ജീവനും നിലനിർത്തേണ്ടതായിട്ട് വരികയാണ്. പ്രധാനമായിട്ടും മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ഹാർട്ടിന്റെ മാംസപേശികളിൽ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന നീർക്കെട്ട് വരുന്നവർക്കും വാൽവുകളുടെ അസുഖമുള്ളവർക്കും കടുത്ത അറ്റാക്ക് സംഭവിക്കുന്നവർക്കും കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്ന ഈ അവസ്ഥ സംഭവിക്കാം. വളരെ സുസജ്ജമായ ആശുപത്രികളിൽ എത്തിപ്പെട്ടാൽ പോലും ദിവസങ്ങളോ ആഴ്ചകളോ ICUയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന ഈ പറയുന്ന കാർഡിയോജനിക് ഷോക്ക് പലപ്പോഴും മുന്തിയ ചികിത്സകൾക്ക് മുമ്പിൽ പോലും രോഗിയെ മരണത്തിലേക്ക് നയിക്കാറുണ്ട്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനം വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഹൃദയത്തിലെ മാംസപേശികൾ ഇലക്ട്രിസിറ്റി താളം തെറ്റൽ കാരണം തോന്നിയ പോലെ ഇടിക്കുകയും അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്ന അതിമാരകമായ അവസ്ഥ. ഇത് പെട്ടെന്നാണ് സംഭവിക്കുക. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തൽക്ഷണം നിൽക്കുന്നത് കാരണം രോഗി ബോധരഹിതനാവുന്നു. മിനിറ്റുകൾക്കകം ബ്രെയിൻ ഡെത്തും ഹൃദയസ്തംഭനവും മരണവും സുനിശ്ചിതമാവുന്നു.